പിന്നെ മുസ്ലിങ്ങളെല്ലാവരെയും സനാനന്ദ ധർമ്മത്തിലേക്ക് അങ്ങനെ ഒരു ധർമ്മത്തിലേക്ക് മുസ്ലിങ്ങളെല്ലാവരെയും ക്ഷണിക്കാൻ വേണ്ടി ഒരു സ്വാമി വന്നിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോളി. നിങ്ങൾ ആരും എന്റെ ശത്രുക്കളല്ല. നിങ്ങൾക്ക് 72 പൈസമാരെ കിട്ടുമെന്ന് നിങ്ങൾക്ക് സ്വപ്നം കാണാം. 10% കൊടുത്താൽ സ്വർഗം കിട്ടുമെന്ന് നിങ്ങൾക്ക് സ്വപ്നം കാണാം. പക്ഷെ യാഥാർത്ഥ്യം അതല്ല. സനാതന ധർമ്മത്തിൽ നിങ്ങൾ മനുഷ്യനായിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ തന്നെ നിങ്ങൾക്ക് മോക്ഷം കിട്ടും. നിങ്ങൾ തിരിച്ചു വരിക. എന്റെ ധർമ്മത്തിലേക്ക്, നിങ്ങളുടെ പൂർവ്വധർമ്മത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം. ഞാനിപ്പോ ആലോചിക്കണതൊന്നല്ല, ഇതിപ്പോ ഒരു തലയിൽ കെട്ടിയ ഒരു മുസ്ലിം പണ്ഡിതനാണ് ഇസ്ലാം മതത്തിലേക്ക് മറ്റുള്ള മതക്കാരെ ക്ഷണിക്കണമെന്ന് കരുതുക. എന്തായിരിക്കും അവസ്ഥ? സദാനന്ദ ധർമ്മത്തിന്റെ വിശ്വരൂപം പുറത്ത് വന്നിട്ടുണ്ടാവും. അങ്ങോട്ടെ, ഇതിപ്പോ സ്വാമി ആയതുകൊണ്ട് കുഴപ്പമില്ല. അല്ല, സ്വാമി മാമ എന്തിനാണ് മുസ്ലിങ്ങളെല്ലാം സദാനന്ദ ധർമ്മത്തിലേക്ക് വിളിച്ചു കൂട്ടുന്നത്? നിങ്ങളെപ്പോലെ കോണവും കെട്ടിയിട്ട് നടുറോട്ട് കൂടെ ഓടാനാണോ? നിങ്ങൾക്കേ നാണവും മാനവുമില്ല. ഈ മുസ്ലിങ്ങളുടെ നാണവും മാനവും കൂടി കളയാൻ വേണ്ടിയാണോ അത് വിളിച്ചു കൂട്ടുന്നത്? എന്തായാലും ബാക്കി കൂടി പറ സദാനന്ദ സ്വാമി. ആരും നിങ്ങൾക്ക് എന്റെ കഴുത്തിന് നേരെ വാളോങ്ങാം. പക്ഷെ ഒന്ന് ഓർക്കുക, നിങ്ങൾ എന്റെ ശത്രുവല്ല, നിങ്ങൾ എന്റെ മിത്രങ്ങൾ മാത്രമാണ് എന്നും നിങ്ങളിതെന്നും മനസ്സിലാക്കും. എന്റെ സനാതന ധർമ്മത്തിലേക്ക്, മാനുഷിക മൂല്യമുള്ള ഈ സനാതന ധർമ്മത്തിലേക്ക് വരുവാനുള്ള അവസരമാണ്. ഇത് പാഴാക്കരുത്. ഈ ജന്മത്തിൽ മോക്ഷം വേണോ അതോ 72 വേശ്യകന്മാരോട് കിടക്കണോ എന്ന്? സ്വാമിമാമന്റെ വായിൽ വരുന്നത് ഹൂറികളും വേശികളും. എന്റെ പൊന്നാര സ്വാമിമാമ, നിങ്ങൾക്ക് ഈ വേഷം ഇട്ടുകൊണ്ട് കടിമൂത്ത് നിൽക്കുകയാണെങ്കിൽ ഇത് ഊരിക്കളഞ്ഞുകൊണ്ട് വല്ല കല്യാണം കഴിച്ചിട്ട് കുടുംബജീവിതം നയിക്കണം. അല്ലാതെ ഹൂറികള് വേശികൾ എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഈ കഴുതക്കാമം കരഞ്ഞു തീർക്കുന്ന പോലെ ഒരാൾക്കാരെ മതത്തിലേക്ക് ക്ഷണിക്കുന്നത് സാമാന്യ മര്യാദ രീതിയിൽ സംസാരിക്കാൻ പഠിക്കണം. സ്വാമി ഇതെന്ത് സംസാരമാണ് സ്വാമി? ഹൂറികള് വേശികൾ എന്നൊക്കെ പറഞ്ഞ് ഒരു തരം മൂന്നാംകിട തെരുവ് ഗുണ്ടകളുടെ ശൈലിയിലാണല്ലോ സ്വാമിയുടെ സംസാരം. സ്വാമി യാതൊരു കാര്യം ചെയ്യും, ഇസ്ലാമിലേക്ക് വാ. എന്നിട്ട് മനുഷ്യന്മാരോട് എങ്ങനെ സംസാരിക്കണം, മനുഷ്യന്മാരെ എങ്ങനെ സ്നേഹിക്കണം, മറ്റുള്ള മതക്കാരെ എങ്ങനെ സ്നേഹിക്കണം, മറ്റുള്ള മതക്കാരുടെ ആരാധനാലയങ്ങളെ എങ്ങനെ സ്നേഹിക്കണം, ബഹുമാനിക്കണം എന്നൊക്കെ പഠിച്ച് എന്നിട്ട് സദാനന്ദ ധർമ്മത്തിലേക്ക് വിളിക്കും. അതാണ് ചെയ്തത്. അതുവരെ പാവം പിടിച്ച മുസ്ലിങ്ങളെ എങ്ങനെയൊക്കെ ജീവിച്ച് പൊയ്ക്കോട്ടെ സ്വാമിജി. അല്ലേ, നോമ്പായി പോയി സ്വാമിജി. അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ പറയണമെന്നൊക്കെ ഉണ്ട്. വയ്യ, നോമ്പല്ല. ആയിക്കോട്ടെ സ്വാമി തൽക്കാലം സദാനന്ദ ധർമ്മത്തിൽ തന്നെ ഇരുന്നുള്ളൂ. മുസ്ലിങ്ങൾ അവിടെ അവരുടെ പാട്ടിൽ പോട്ടെ. നിനക്ക് നിന്റെ മതം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം എന്നാണ് മുഹമ്മദ് നബി പഠിപ്പിച്ചിരിക്കുന്നത്.